നമസ്കാരം. ടിനി ടോമാണ്. ടിനി ടോമിനെ നമുക്കൊക്കെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്ത കഥാപാത്രങ്ങളുണ്ട്, ചിന്തിപ്പിച്ച കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെയൊക്കെ മലയാളികൾക്ക് ഒരുവിധം സിനിമ കാണുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ടിനി ടോം. എന്നാൽ ടിനി ടോം എന്ന നടൻ സിനിമയില്ലാത്ത സമയത്ത് വെറുതെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഇല്ലാതെ ഈ താരപ്രഭയിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് കരയും. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്ത് പോയി എനിക്ക് സിനിമയില്ല, എൻ്റെ താരപ്രഭ നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കരയും. അങ്ങനെ കരഞ്ഞ് അദ്ദേഹം ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഈ സ്റ്റാർഡം നഷ്ടപ്പെട്ടതിൻ്റെ നിസ്സഹായതയിൽ ഇങ്ങനെ നിൽക്കും എന്നൊക്കെയുള്ള കഥ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കഥ ഉള്ളതായിട്ട് നിങ്ങൾക്കറിയോ? ഇല്ല, അങ്ങനെ ഒരു കഥ ഇല്ല. അങ്ങനെ ഒരു കഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സിനിമയിലെ ആളുകളും സമൂഹത്തിൽ ശ്രദ്ധയുള്ള ആളുകൾക്കും ഒക്കെ ഭാവിയിൽ വരാവുന്നൊരു സംഗതിയാണ് ഇങ്ങനെയുള്ള കെട്ടുകഥകൾ വ്യാപകമായി ഉണ്ടാവുകയെന്ന്. കെട്ടുകഥയാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ആധികാരികമായി വിളമ്പുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന നിരവധി പ്രാതിനിധ്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അടിച്ചു വിടുന്ന യൂട്യൂബ് ചാനലുകാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് തന്നെ അത്തരത്തിലുള്ള പറച്ചിലുകാർ രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ടിനി ടോമിനെ കുറിച്ചുള്ള ഇങ്ങനൊരു വ്യാജകഥ ഉണ്ടാകാനിടയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത്. അതിൽ ടിനി ടോമിനെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ സാഹചര്യത്തിൽ ടിനി ടോം ഇത്തരം കഥകളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ടിനി ടോമിന് എന്താ സംഭവിച്ചത്? അദ്ദേഹം പ്രേം നസീറിനെ കുറിച്ചൊരു കഥ അടിച്ചുവിട്ടു. പ്രേം നസീർ ഈ അവസാന ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ താരപ്രഭയൊക്കെ നശിച്ച് രാവിലെ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് രാവിലെ അദ്ദേഹം 1-2 സുഹൃത്തുക്കളുടെയൊക്കെ എടുത്തുപോയി കരഞ്ഞ് നിലവിളിക്കോത്രേ, എൻ്റെ താരപ്രഭയൊക്കെ പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പ്രേം നസീർ ബഹദൂറിൻ്റെയൊക്കെ എടുത്തുപോയി കരയുമെന്നാണ് ടിനി ടോം കേട്ടൊരു കഥ. ആ കഥ മൂപ്പരങ്ങ് ഒരു പൊതുമാധ്യമത്തിൽ അടിച്ചുവിട്ട് ഈ കെട്ടുകഥ അദ്ദേഹം ഒരു ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മൂപ്പര് അടിച്ചങ്ങ് വിട്ടു. നാട്ടുകാരിത് കേട്ടു, ഇപ്പുറത്തെ ചെവിയിലെ കേട്ട് ഇപ്പുറത്തെ ചെവിയിലെ വിടും എന്ന് വിചാരിച്ചെങ്കിൽ അത് തെറ്റാണ്. മാത്രമല്ല, താൻ പറയുന്നത് ആധികാരികമാണ്, എന്നോടൊരു നടൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ടിനി ടോം പറഞ്ഞതായിട്ടാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ടിനി ടോമിനൊടുവിൽ മാപ്പ് പറയേണ്ട അവസ്ഥ വരെ വന്നു. ഓരോരുത്തരും പ്രേം നസീറിനെ അറിയാവുന്നവർ ഒക്കെ അറിയാത്തവരും അറിയാവുന്നവരും ഒക്കെ അണിനിരന്നു. ഭാഗ്യലക്ഷ്മി മുതൽ ആലപ്പി അഷ്റഫ് വരെ അണിനിരുന്ന് ടിനി ടോമിനെ കൈകാര്യം ചെയ്തു. ഒടുവിൽ ടിനി ടോമിന് മാപ്പ് പറയേണ്ടി വന്നു. ആ മാപ്പിലേക്കുള്ള യാത്ര എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നത്. മാത്രമല്ല, ഈ അനുഭവം ഒരു വലിയ പാഠം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ആ പാഠത്തിലൂടെ കൂടി കടന്നു പോകേണ്ടതുണ്ട്. ആദ്യം ഈ സംഭവ വികാസങ്ങളുടെ ഓർഡറിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം ടിനി ടോം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞത്, നസീർ സാർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങും, അങ്ങനെയാണ് പറയുന്നത്. സിനിമയിലല്ല, ജീവിതത്തിൽ തന്നെ സിനിമയൊന്നും ഇല്ലാത്ത അവസ്ഥയായപ്പോൾ മേക്കപ്പ് ഇട്ട് മൂപ്പരങ്ങ് ഇറങ്ങാണ്. എന്നിട്ട് ബഹദൂർ ഇക്കയുടെയും അടൂർ ഭാസി സാറിൻ്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു. കരഞ്ഞ് അവസാനം മനസ്സ് വിഷമിച്ചാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? ടിനി ടോമിൻ്റെ വാചകങ്ങളാണ്. ഇത് പ്രേം നസീറിനൊപ്പം പ്രവർത്തിപ്പിച്ചവരെയും സിനിമാ ജീവിതം നയിച്ചവരെയും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച മറ്റ് മേഖലകളിലൂടെ കടന്നുപോയ ആളുകളെയും ഒക്കെ മനസ്സ് വിഷമിപ്പിക്കുന്ന വർത്തമാനമായി മാറി. അവർക്ക് എന്തായാലും വിഷമിക്കുമല്ലോ. കാരണം പ്രേം നസീറിന് അടുത്തറിയുന്ന ആൾക്ക് ഇങ്ങനെയൊരു കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ചിത്രീകരണം വരുമ്പം, അത് നല്ല റീച്ചുള്ളൊരു നടൻ പറയുമ്പം അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ആളുകൾക്കുണ്ടാവും. അങ്ങനെ പ്രേം നസീറിനെ സ്നേഹിക്കുന്ന ആളുകൾ ഒന്നടങ്കം രംഗത്തിറങ്ങി. എന്നാൽ ആരാണ് ഇക്കാര്യം ടിനി ടോമിനോട് പറഞ്ഞത് എന്നാണ് അടുത്ത ചോദ്യമായി ഉയർന്നത്. കാരണം ആ അഭിമുഖത്തിൽ ടിനി ടോം പറയുന്നത്, എന്നോടൊരു നടൻ, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ഒരു നടൻ പറഞ്ഞു എന്നാണല്ലോ. അക്കാലത്ത് സിനിമയിലേ ഇല്ലാത്തൊരാളുമാണ് ടിനി ടോം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേൾക്കാതെ അറിയുകയുമില്ല. പഴയകാല തിരക്കഥാകൃത്ത് കൂടിയായ ആലപ്പി അഷ്റഫ് ആരാണ് ഈ പറഞ്ഞു കൊടുത്തത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി. ടിനിയുടെ ഗുരുവും സുഹൃത്തുമൊക്കെയായ മമ്മി സെഞ്ചുറിയോട് ടിനി ടോം പറഞ്ഞു അത്രേ, മണിയമ്പിള്ള രാജുവാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്ന്. ഇക്കാര്യം മമ്മി സെഞ്ചുറിയെ ഉദ്ധരിച്ച് ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി. പിന്നാലെ ആലപ്പി അഷ്റഫ് മണിയമ്പിള്ള രാജുവുമായി ഇക്കാര്യം സംസാരിച്ചു. മണിയമ്പിള്ള രാജു ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന്. എന്നാൽ മണിയമ്പിള്ള രാജു നിഷേധിച്ചു. മണിയമ്പിള്ള രാജുവുമായുള്ള ഫോൺ സംഭാഷണം ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ സംഭാഷണത്തിൽ മണിയമ്പിള്ള രാജു പറഞ്ഞത് ഇങ്ങനെയാണ്: ടിനി ടോം ഒന്നും നസീർ സാറിനെ കണ്ടിട്ട് പോലുമില്ല. ഞാനും അദ്ദേഹവും 10-15 പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും ദൈവതുല്യനായ ഒരാളെ അതിനു മുമ്പോ ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. എത്രയോ അഭിമുഖങ്ങളും പ്രസംഗങ്ങളിലും ഒക്കെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വർഷാവർഷം നടക്കുന്ന നസീർ സാറിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ.
ഈ ടിനി ടോം മണ്ടത്തരങ്ങൾ മാത്രം പറഞ്ഞ് മുമ്പും രംഗത്ത് വന്നിട്ടുണ്ട്, വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും മഹാനായ ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത്, പറയുന്നത്? ഇവന് ഭ്രാന്താണ് എന്നാണ് തോന്നുന്നത്. മരിച്ചുപോയ ഒരാളാണ്, ദൈവതുല്യനായ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ജനങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാം ടിനിയെ കല്ലെറിയും. ടിനി മാപ്പ് പറയണം. ഞാൻ അങ്ങനെ പറയില്ല എന്ന് എല്ലാവർക്കും അറിയാം. 2 പടം വന്നാൽ ഉടനെ പണ്ട് നടന്ന രീതിയൊക്കെ മറക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ടിനി ടോം മാപ്പ് പറയണം എന്നാണ് മണിയമ്പൽ രാജു പറയുന്നത്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടേ ഇല്ല എന്നുമാണ് അദ്ദേഹം ആലപ്പി അഷ്റഫുമായുള്ള ഫോൺ സംഭാഷണത്തിൽ വിശദീകരിക്കുന്നത്. ഒടുക്കം ഈ കാര്യം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ടിനി ടോം തന്നെ മാപ്പപേക്ഷയുമായി രംഗത്തെത്തി. താൻ ആരെ ഉദ്ധരിച്ചാണോ ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞത്, ആ ആള് കൈമലർത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇക്കാര്യം പറഞ്ഞ നടൻ കൈ കഴുകിയെന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ തൻ്റെ നിസ്സഹായത എന്ത് എന്നും കാണിച്ച് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു, മാപ്പും പറഞ്ഞു. ഇങ്ങനെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. ഇത് ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട്, അല്ലാതെ ഞാൻ അന്തരീക്ഷം വായിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. നാട്ടുകാരെ കാണിക്കാനല്ലോ റീത്തുമായിട്ട് ചെല്ലുന്നത്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അത്രയും ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സൂര്യ സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ആരാധന കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർ മെമ്പർഷിപ്പ് കൊടുത്തു. ഇത്തവണത്തെ മീറ്റിങ്ങിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ്. അതിൻ്റെ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിനെ ഞാൻ ഒരു കാരണവശാലും മനസ്സവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല, എന്നെ കൂടെ പറ്റൂല. കാരണം അത്രയും ഗോഡ് ഓഫ് മലയാളം സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാളം സിനിമ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ്, ഇൻഷാ അല്ലാഹ്. പ്രേം നസീറിൻ്റെ കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന ഭാഗ്യലക്ഷ്മി ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഭാഗ്യലക്ഷ്മി ആദ്യ ദിവസത്തിൽ തന്നെ തൻ്റെ മനസ്സിൻ്റെ വ്യഥ പങ്കുവെച്ചതോടൊപ്പം ഈ ടിനി ടോമിൻ്റെ വാചകങ്ങളിലുള്ള രോഷവും പറഞ്ഞു. മനോരമ വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ അവർ ഇങ്ങനെ വിശദീകരിച്ചു. 85 വരെ മദ്രാസിലുണ്ടായിരുന്ന അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത, അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മയും അനുഭവിച്ച ഞങ്ങൾക്ക് ആ പ്രസ്താവന വേദനയുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തെ അവസാന കാലം വരെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തിരുവനന്തപുരത്തെ ഇടപ്പഴഞ്ഞിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. ആ കാലത്തും അദ്ദേഹം അത്യധികം സന്തോഷത്തിലായിരുന്നു. ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു. കുടുംബവുമായി അദ്ദേഹത്തിന് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റിയ നാളുകളായിരുന്നു അത്. അങ്ങനെയുള്ള ഒരാൾ അവസാന നാളിൽ സ്റ്റാർഡം നഷ്ടപ്പെട്ടതോർത്ത് കരഞ്ഞു എന്ന് പറഞ്ഞത് ശരിയല്ല. ആരു പറഞ്ഞു കേട്ടതായാലും ടിനി ടോം ആധികാരികതയില്ലാതെ ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല. ആളുകൾ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് മരിച്ചുപോയവരെ കുറിച്ച് കെട്ടുകഥകൾ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ടിനി ടോം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നസീർ സാർ ജീവിച്ചിരുന്ന കാലത്ത് സിനിമയിൽ പോലും ഇല്ലാത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ജോലി ചെയ്ത, പ്രേം നസീറിനോടൊപ്പം ഇരുന്ന് ജോലി ചെയ്ത, ഭക്ഷണം കഴിച്ച ഞങ്ങൾക്കും അത് വേദനയുണ്ടാക്കും. ആ ധാരണ ടിനി തിരുത്തണം എന്നാണ് ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നത്. കുറച്ചുകൂടി രൂക്ഷമായി പ്രതികരിച്ച മറ്റൊരു പ്രതികരണം കൂടി നമുക്കിതിൽ കാണാം. അത് സംവിധായകൻ MA നിഷാദാണ്. അദ്ദേഹം ടിനി ടോമിനെതിരെ ഫേസ്ബുക്കിൽ കുറിച്ചത്, ഈ അഭിമുഖം പുറത്തു വന്ന ഉടനെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പ്രേം നസീർ ആരാണെന്ന് അയാൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. മലയാള സിനിമയിലെ നിത്യവസന്തം ആണ് പ്രേം നസീർ. അദ്ദേഹത്തെപ്പറ്റി ടിനി ടോം പറഞ്ഞ വാക്കുകളാണ് ഈ കുറിപ്പെഴുതാൻ പ്രേരിപ്പിച്ചത്. ശ്രീ പ്രേം നസീറിനെ അടുത്തറിയുന്ന വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ബന്ധു എന്ന നിലയിലും ടിനി ടോമിന് മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. 32 വർഷത്തോളം മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന പ്രേം നസീറിന് ടിനി ടോം പറയുന്നത് പോലെ ഒരു ഗതികേടും സംഭവിച്ചിട്ടില്ല. മുഖം മിനുക്കാൻ മേക്കപ്പ് ഇട്ട് നടക്കേണ്ട സാഹചര്യവും ഉണ്ടായില്ല. അടിമുടി സുന്ദരനായ നസീർ സാറിന്
ടിനി ടോമിനെ പോലെ വിഗും വെച്ച് നടക്കേണ്ടിയും വന്നിട്ടില്ല. 86-ൽ അദ്ദേഹത്തിന് സിനിമയിൽ തിരക്ക് കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സമയം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരുന്നു. പൊതുപ്രവർത്തനത്തിൻ്റെ തിരക്കുകളിലും നാഷണൽ ഫിലിം അവാർഡ് കമ്മിറ്റി ജൂറിയുടെ ചെയർമാനും ഒക്കെയായിരുന്നു നസീർ. സുഹാസിനിക്ക് സിന്ധു ഭൈരവി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള അവാർഡും മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആദ്യമായി മികച്ച ഗായകനുള്ള അവാർഡും ലഭിച്ചത് നസീർ ജൂറി ചെയർമാനായിരുന്നപ്പോഴാണ്. അടൂർ ഭാസിയുടെയും ബഹദൂറിൻ്റെയും വീട്ടിൽ പോയിരുന്ന് കരയാൻ അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു എന്നതാണ് ശരി. ടിനി ടോം ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. 87-ൽ ലോക പര്യടനത്തിന് പോയ ശ്രീ പ്രേം നസീർ തിരിച്ചു വന്ന് അഭിനയിച്ച പടമാണ് A.T. അബു സംവിധാനം ചെയ്ത ധ്വനി. 87-ൽ റിലീസായ ചിത്രം നല്ല വിജയം നേടി. പ്രശസ്ത സംഗീത സംവിധായകൻ നൗഷാദ് മലയാള സിനിമയിലേക്ക് വന്ന സിനിമ. ധ്വനി എന്ന ചിത്രത്തിന് ഇങ്ങനെ പല റെക്കോർഡുകളുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ മരണം വരെ ആരോടും വേഷത്തിന് വേണ്ടി യാചിച്ചില്ല. പകരം മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനത്തിനും സജീവമായി രംഗത്തിറങ്ങി. അതിനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിസ്റ്റർ ടിനി ടോം വിട്ടുപിടി. വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ ഇനിയെങ്കിലും താങ്കൾ പറയാതിരിക്കുക. അമ്പിളി അമ്മാവനെ നോക്കി ശ്വാനൻ ഓളിയിടുന്നത് പോലെ വിവരക്കേട് വിളിച്ചു കൂവരുത്. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതിനു മുമ്പും പല വിവരക്കേടും വിളമ്പിയിട്ടുള്ള താങ്കൾ വായ പൂട്ടുന്നതായിരിക്കും ഉചിതം. അമ്മ സംഘടനാ നേതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഈ വിവരദോഷിക്ക് നല്ല നടപ്പിന് ആവശ്യമായ പരിശീലനം നൽകുന്നത് നന്നായിരിക്കും. എക്സിക്യൂട്ടീവ് മെമ്പറിലെ ഒരു കരുതൽ നല്ലതാണ് എന്നുകൂടി MA നിഷാദ് കുറിക്കുന്നുണ്ട്. എന്തായാലും ഒടുക്കം ടിനി ടോം തന്നോട് പറഞ്ഞതായി അവകാശപ്പെടുന്നയാളും അത് മണിയമ്പിള്ള രാജുവാണെന്ന് ആലപ്പി അഷ്റഫും വിശദീകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്തായാലും ആത്യന്തികമായി ടിനി ടോം ഒറ്റപ്പെട്ടു, മാപ്പും പറഞ്ഞു. എന്തായാലും ടിനി ടോമിനെ മാത്രമല്ല, ഫേക്കായ കഥകൾ, ഒരു വ്യക്തിത്വത്തെ മോശമാക്കുന്ന കഥകൾ, അപകീർത്തിപ്പെടുത്തുന്ന കഥകൾ ഒക്കെ കെട്ടുകഥകളാക്കി പറഞ്ഞ് യാഥാർത്ഥ്യം പോലെ അവതരിപ്പിച്ച് കയ്യടി നേടാനും ശ്രദ്ധ നേടാനും ശ്രമിക്കുന്നവർ ഇതൊരു പാഠമായി എടുക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇത് കേവലമായി ഒരു നടനപ്പുറത്ത് യൂട്യൂബ് ചാനലുകളുടെ, സോഷ്യൽ മീഡിയകളുടെ, മാധ്യമങ്ങളുടെ ഒക്കെ സൗകര്യം ഉപയോഗിച്ച് തങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിന്, തങ്ങളിലേക്ക് ശ്രദ്ധ വരുത്തുന്നതിനും മറ്റു പല ഉദ്ദേശങ്ങളും സാധ്യമാക്കുന്നതിനും വേണ്ടി പല ആളുകളും പറയുന്നുണ്ട്. കെട്ടുകഥകൾ, കേട്ട കഥകൾ ഒക്കെ ചേർത്തുകൊണ്ട് പുതിയൊരു കഥ മെനഞ്ഞ് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. മരിച്ചുപോയവരാണ്, ചോദിക്കാൻ ആരുണ്ടാവില്ല, എന്തും ഏതും എപ്പോഴും പറയാം എന്നുള്ള. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പോലും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ആരും ഒന്നും ചോദിക്കില്ലല്ലോ, പേടിച്ചടങ്ങിയിരിക്കുകയുള്ളൂ. പറഞ്ഞാൽ അത് വീണ്ടും മാനക്കെടാവും എന്നുള്ളതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന സാമൂഹ്യ സാഹചര്യം, സദാചാര ബോധവും നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൂടി ഇതൊരു പാഠമാണ്. ഇമാതിരി കെട്ടുകഥകൾ പറഞ്ഞേ അടങ്ങുമെങ്കിൽ പേര് പറയാതിരിക്കാനും ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാനുമുള്ള പ്രാഥമിക ബുദ്ധിയെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് ടിനി ടോമാർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലത്തെ കഥകൾ നമ്മളെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ അടിച്ചുവിട്ടാൽ അവസ്ഥ പരിതാപകരമായിരിക്കും. ആലോചിക്കുക, ഇനിയും ഇമാതിരി കഥകൾ അടിച്ചു വിടുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മളും അതിനിരയാക്കപ്പെടാം. ഇങ്ങനെയുള്ള സാഹചര്യം വർദ്ധിപ്പിച്ച് വിടുന്നതിൽ നമുക്കും ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോൾ ആ കാര്യം കൂടി ആലോചിക്കുക. സ്വന്തം അനുഭവം, ഈ മാപ്പ് വരെ എത്തിച്ച അനുഭവം ടിനി ടോമിനെങ്കിലും പാഠമാകട്ടെ. നന്ദി, നമസ്കാരം.